വീട്ടിൽ പോയിട്ട് കഴിക്കാല്ലേ? വീട്ടിൽ പോയി കഴിക്കാം, എല്ലാരും കൂടി കഴിക്കാലോ. അല്ലെങ്കിൽ അമ്മ വന്ന് അമ്മേനെ കൊണ്ടില്ല ഒറ്റയ്ക്ക് കഴിച്ചാലേ. പൈസ ഇല്ലല്ലോ അമ്മ. അമ്മയല്ലേ എപ്പോഴും ട്യൂഷൻ എടുത്തിട്ട് പൈസ ഉണ്ടാക്കണത്, ആരും മാത്രം പൈസ ഇല്ലല്ലോ. അമ്മ ട്യൂഷൻ എടുക്കണ്ട, പാവ ട്യൂഷൻ എടുത്താൽ മതി. ഹാപ്പി ആയില്ലേ? നീട്ട് വരും രാവിലെ, നീട്ട ഉടനെ തുടങ്ങും. പിന്നെ ഉണ്ടോ സ്റ്റുഡന്റ് വരും. റെഡി ആയിക്കോ, റെഡി ആയിക്കോട്ടെ. പുസ്തകം പഠിച്ചോ. പുസ്തകം വന്നാ പഠിപ്പിച്ചു കൊടുക്കണം. ഒരു കഷ്ണം എടുത്ത് 3 പേർക്ക് വേണമെങ്കിൽ നമ്മൾ 5000 പേർക്കും വീതം വെച്ചു കൊടുക്കും ഈ ഒരു അപ്പകഷ്ണം. ശബരിമല എന്നല്ല. Good morning guys, welcome to you vlog. ഇന്ന് നമ്മൾ സ്കൂളിലേക്ക് പോവാണ്. ആ സ്കൂളിലേക്ക് പോയിട്ട് വീട്ടിലേക്ക് എത്തും. അതാണോ കഥ? പിന്നെ വീട്ടിലേക്ക് അല്ലാണ്ട് പിന്നെ വേറെ എവിടേക്കാ പോക്ക്? വാവാ, നല്ല വ്ളോഗിങ്. ഇങ്ങനെ പോയി കഴിഞ്ഞാല് അങ്ങനെ ഞാൻ ബിരിയാണി കഴിക്കും. അച്ഛൻ വാങ്ങിച്ചു തരൂല്ലേ വാവേ? അതിന്റെ കൂടെ തള്ളു സൂപ്പർ. എല്ലാരും കേൾപ്പിച്ചു കഴിഞ്ഞാൽ അപ്പൊ നമ്മള് ബിരിയാണി വാങ്ങി കൊടുക്കുമല്ലോ. വരുന്ന വഴിക്ക് വാങ്ങിക്കാനോ പള്ളി പറഞ്ഞോ. ഏതാ നൈസായിട്ടേ ബിരിയാണി വാങ്ങിക്കത്രേ. ബിരിയാണി വാങ്ങിച്ചിട്ട് നമ്മള് വീട്ടിലേക്ക് എത്തും. അയ്യടാ, അത് കഴിഞ്ഞിട്ട് പറയണ വൈകുന്നേരം വരുമ്പോ ഞാൻ ബിരിയാണി വാങ്ങിച്ചു. വ്ളോഗ് ചെയ്യാന്നുള്ളത് പേര് മാത്രമേ ഉള്ളൂ. അവളുടെ ഇഷ്ടത്തിന് ഓരോന്നും ഇങ്ങനെ ഉണ്ടാക്കി പറയും. ഒരു 5 മിനിറ്റ് കൂടി സമയം കൊടുത്തു കഴിഞ്ഞാൽ ഇല്ലാത്ത കഥകളൊക്കെ വരും. വാവക്കുട്ടിയുടെ ഫേവറേറ്റ് സാധനം തരാൻ പോവുകയാണ് അമ്മ. ഇപ്പൊ തരൂട്ടോ. പാല്. ഹലോ, ഇത്ര ടേസ്റ്റുള്ള പാല് ലോകത്തുണ്ടാവില്ല. വേഗം കുടിക്കൂ പ്ലീസ് വാവേ, സമയമുണ്ട് പ്ലീസ്. എന്താണ് ഇഷ്ടപ്പെട്ട പാല്? ഇഷ്ടപ്പെട്ട സാധനം എന്താണ്? ഇതാണ് ഇഷ്ടപ്പെട്ട സാധനം. നീക്കി സമയമുണ്ട്. വാവനെ ചീത്തയേക്കാം. ഇങ്ങോട്ട് വാ. വാവക്കുട്ടീനെ സ്കൂളിൽ കൊണ്ടാക്കി തിരിച്ചു വരുന്ന വഴിക്ക് റേഷൻ കടയിൽ കയറി അവിടുന്ന് കിട്ടാവുന്ന സാധനങ്ങൾ മാക്സിമം വാങ്ങിച്ചുകൊണ്ട് പോന്നു. എന്തിനാണ് നമ്മൾ വിട്ടുകളയണത്? ഗവൺമെന്റിന്റെ ടാക്സ് പൈസയല്ലേ. നമുക്ക് അർഹതപ്പെട്ട സാധനം നമ്മളെന്തിനു മിസ് ചെയ്യണം? വാങ്ങിക്കുക തന്നെ. നമ്മുടെ നാട്ടിൽ പോയത് ഓർമ്മ ഉണ്ടോ? കുഞ്ചാത്തോല് നമ്പൂരി മാഷ അവിടെ അങ്ങാടിപ്പുറത്ത്. കുഞ്ചാത്തോലയുടെ 80ാമത്തെ പിറന്നാൾ ആഘോഷം കഴിഞ്ഞ ആഴ്ച നടന്നു. നിങ്ങൾ വാട്സപ്പിൽ സ്റ്റാറ്റസിലൊന്നും കണ്ടില്ലേന്ന് ചോദിച്ചിട്ട് അവർ വിളിച്ചിരുന്നു. അപ്പോൾ മൃദുലേനോട് അന്വേഷണം പറയണം, അമ്മേനോട് അന്വേഷണം പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വെച്ചു. അറിയാം, നാട്ടിലത്തെ വിശേഷങ്ങൾ മുഴുവൻ പറഞ്ഞു. എന്താണ് ഒരു മണം മണക്കുണ്ടല്ലോ? എന്താണ്? മീമി ഉണ്ടാക്കാല്ലേ? ഉണക്കമീന് ഞാൻ വെള്ളത്തിലിട്ടിരുന്നു. അമ്മോടൊന്ന് വറക്കാൻ പറഞ്ഞു. അമ്മ വറുത്തിട്ടുണ്ട്. ഇന്ന് എഗ്ഗ് മാത്രമേ ഫ്രൈ ചെയ്തിട്ടുള്ളൂ. എഗ്ഗും മറ്റേതും പോരെ. പിന്നെ ഇതുണ്ട്. പിന്നെ എന്താ, ഇന്നലത്തെ കൂട്ടാണല്ലോ, മുറിച്ച കറി, തൈര്, അച്ചാറ്. ഏതിനാലും കയ്യിൽ വെച്ചിരിക്കാ. അവിടെ പാദസരത്തിന്റെ കിലുക്കം കേട്ടപ്പോഴേ ഞാൻ റെഡിയായി. എന്തോ വരുന്നുണ്ടെന്ന് അറിയേ. എന്തോ കഴിക്കാനുള്ള ഉണക്കമീൻ അടുത്തല്ല. ഞാൻ എന്റെ ഭർത്താവിന് ഊട്ടി ഇവിടെ വന്നതാണേ. അച്ചടാ, എങ്ങനെയുണ്ട്? മുള്ള് കടിച്ചോളൂ. വേണ്ട, അതിന്റെ പൊടി തന്നെ ഇഷ്ടായി. വേണ്ട, അത് കഴിച്ചോ. എന്നിട്ട് മുള്ളു കുടുങ്ങിയിട്ട് അന്നത്തെ പോലെ ആസ്പത്രിയിൽ പോണ്ട, സർജറിക്ക് കേട്ടോ. എടുക്കണ്ടടാ. സാധാരണ വാവക്കുട്ടീനെ കൊണ്ട് നേരത്തെ വരുന്ന പോലെ ഒരു 3-3:30 ആകുമ്പോഴേക്ക് സ്കൂൾ വിട്ടിട്ട് പോരാൻ പറ്റില്ല. ഇനി അവൾക്ക് ബിരിയാണി വാങ്ങിക്കൊടുക്കണം. അത് അവിടുന്ന് വാങ്ങിയിട്ട് കഴിക്കണോ അതോ ഇവിടെ വന്നിട്ട് പാർസൽ കൊണ്ടുവന്ന് കഴിക്കണോ എന്നുള്ളതാണ് ഇപ്പോൾ ആലോചിക്കണേ. പാർസൽ കൊണ്ടുവന്ന് കഴിക്കുകയാണെങ്കിൽ അമ്മൂനും കഴിക്കാം, വാവക്കുട്ടിക്കും കഴിക്കാം. പക്ഷെ വാവക്കുട്ടിക്ക് ഇഷ്ടം ആ ഒരു റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് കഴിക്കുന്ന ആ ഒരു ആംബിയൻസ് ആണ്. ഇന്നലെ ഉറങ്ങിയിരുന്നോ രാത്രി? ഞങ്ങൾ രണ്ടാളും വായും പൊളിച്ചോണ്ടിരിക്കുകയായിരുന്നു എ സി ലാൻഡ്. എന്നിട്ടിപ്പോ കടന്നിട്ട് ഒപ്പം ഉറക്കം വരികയാണ്. വർക്ക് ചെയ്യാൻ പറ്റണില്ല. നല്ല ക്ഷീണമുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, ട്യൂഷനിൽ ഒരു ആള് വരാന്ന് പറഞ്ഞല്ലോ തൊട്ട്. ആദ്യം വേണ്ടാന്ന് വെച്ചു, പിന്നെ ഇന്ന് ശരി വച്ചിച്ചു.
വരാന്ന് പറഞ്ഞിട്ടുണ്ട്. വാവ് ഗുഡ്. അപ്പൊ അങ്ങനെ ആൾക്കാർ ചേർന്ന നല്ലതല്ലേ? നല്ല കാര്യം. 1:30 കഴിക്കാൻ നല്ല വിശപ്പുണ്ട്. 4 വന്നാൽ നമുക്കൊരു കാര്യം ഉണ്ടായിരുന്നു. 4 വരെ നോക്കാം. ഒരാൾ വന്നിട്ടല്ലേ 4 പേര് വരിക. ആദ്യം ഒരാൾ തന്നെ വരിക. ഒരാൾ വന്നിട്ട് എന്താണ് അപ്പോൾ കഴിക്കാനുള്ള നേരമായി 1:45. പിന്നെന്താ, അന്ന് ചോറ് തന്നെയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ തൈരാണുള്ളത്. പിന്നെ അമ്മൂൻ്റെ സ്പെഷ്യൽ അച്ചാർ, വടുവപ്പുളി അച്ചാർ. പിന്നെ നമുക്ക് മുട്ട മസാല ഉണ്ട്. ആൻഡ് ദെൻ സ്രാവിൻ്റെ ഒരു പീസും ഉണ്ട് എല്ലാവർക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ച്. നാളെ കറി ഉണ്ടാക്കാം. എന്ത് നേരത്തെ കൂട്ടാണ്ട് ആ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞു. ഇനി നമ്മളുടെ ഉണ്ണിയപ്പം. വാവ്, ഒരു പാത്രം നിറച്ചിട്ടുണ്ടല്ലോ. ആരാ കഴിച്ചെടുത്ത്? ഒരെണ്ണം മൊത്തം ഉണ്ട്. എന്നാ പറയാനില്ല, കഴിച്ചോളൂ. പറഞ്ഞല്ലോ നേരത്തെ ഒന്നും ഉണ്ടാക്കുന്നില്ലേ? അതിപ്പോഴൊന്നുമില്ല, കുറച്ചു ദിവസം കഴിയട്ടെ. പഴംപൊരി ചൂടൊന്ന് കുറയട്ടെ. ഇന്ന് കുറച്ച് കുറവുണ്ട് ചൂടല്ലേ. അങ്ങനെയാണെങ്കിൽ ഉണ്ടാക്കാം. ഒരേ ഒരു കഷ്ണം ഇന്നൊരു പൊട്ടെടുത്താ. ഇനി സാധനം ഇല്ല, ഇത് കഴിഞ്ഞു. ശരി ഉണ്ടാക്കാം നമുക്ക്. ആ, ഇത് ലാസ്റ്റ് ആണ്. എപ്പോഴെങ്കിലൊക്കെ ഒരു കഷ്ണം എടുത്ത് 3 പേർക്ക് വേണമെങ്കിൽ നമ്മൾ 5000 പേർക്കും വീതം വെച്ച് കൊടുക്കും ഈ ഒരു അപ്പ കഷ്ണം. അതെ, അതിവിടെ ശബരിമലയിലാണ്. ശബരിമല എന്നല്ല, യേശു ക്രിസ്തുവിന്റെ ഇതിലാണ് അപ്പ കഷ്ണം 5000 പേർക്ക് കട്ട് ചെയ്യണത്. അതേമാതിരി ഈ അപ്പം ഞാൻ എത്ര വേണമെങ്കിലും കട്ട് ചെയ്യാം. ഇത് ലാസ്റ്റ് അണിഞ്ഞില്ല. ആ പെണ്ണ് വരുന്ന വഴിക്ക് ബിരിയാണി വെച്ചിട്ടുണ്ടടാ. മേടിക്കണോ? അതാ ചോദിക്കണേ. പാവട്ടോ, അത് വാങ്ങിച്ചില്ലെങ്കിൽ മേടിക്കണോ? വാങ്ങിച്ചു കൊടുക്ക്. അതാ ചോദിക്കണേ, വേണോ വേണ്ടിയാന്ന്. ആ, എന്നാ മേടിച്ചു കൊടുക്ക. അവിടെ ഏതായാലും പബ്ലിക്കായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട് വ്ളോഗില്. ഗുഡ് മോർണിംഗ് ഗൈസ്, ഞാൻ സ്കൂളിട്ട് വരുമ്പോ ബിരിയാണി വാങ്ങിക്കും കഴിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളി മറിച്ചിട്ടുണ്ട്. പോയിട്ട് വരുമ്പോ ബിരിയാണി കഴിക്കും, ബിരിയാണി മാമു കഴിക്കും. നല്ല വ്ളോഗറായി. ഇതിനൊരു ചാനൽ തുറന്ന് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ചെയ്തോളൂ അത്. എല്ലാ കാര്യങ്ങളും നമ്മളൊക്കെ നോക്കിയിരുന്നാൽ മതി. വീട്ടിൽ പോയിട്ട് കഴിക്കാല്ലേ? വീട്ടിൽ പോയി കഴിക്കാം, എല്ലാരും കൂടി കഴിക്കാലോ. അല്ലെങ്കിൽ അമ്മ വന്ന് അമ്മേനെ കൊണ്ടില്ല ഒറ്റയ്ക്ക് കഴിച്ചാലേ. പാവക്കുട്ടി പിടിച്ചിട്ടിരുന്നോളൂ. പിന്നെ എവിടെയൊക്കെ ഉണ്ട്? ബാഗിൽ വെച്ചാലോ നമുക്ക്? പാവയുടെ ബാഗില് വെക്കാ. പട്ടി പാവല്ലേ, പിന്നെ എന്തിനാ ഓടനെ? എവിടെ കാണിച്ചു കൊടുക്ക്. വാവയ്ക്കും അമ്മയ്ക്കും കഴിക്കാനുള്ള ഒരു സാധനം മേടിച്ചിട്ടില്ലേ? ഡൈനിങ് ഇല്ലേ അവിടെ? ഇല്ല, ഡൈനിങ് ഇല്ല. അതിലല്ല, തൊട്ടപ്പുറത്തേല. ചിക്കൻ ബിരിയാണിയാ? വാവ്, എപ്പടി സൂപ്പര്. കുടിച്ചിരിക്കാ? നാല് സൂപ്പർ വാവയാട്ടോ. താങ്ക് യു കുഞ്ഞാലിക്കുട്ടി. അതുകൊണ്ട് ഇപ്പൊ അമ്മയ്ക്ക് ബിരിയാണി കഴിക്കാറേ. എല്ലാവർക്കും കഴിക്കും. കാലൊക്കെ ചൊറിയുന്നുണ്ടോ? ചൊറിയുണ്ടെങ്കിൽ കുളിക്കണേ. എന്താ ബിരിയാണി മതിയോ? ഞാൻ കഴിച്ചോളാട്ടോ. വേണ്ടടാ? മതി. എത്ര വേണ്ടടാ? എന്തിനാ പൈസ ഇല്ലല്ലോ. അമ്മയല്ലേ എപ്പോഴും ട്യൂഷൻ എടുത്തിട്ട് പൈസ ഉണ്ടാക്കണ മാത്രം പൈസ ഇല്ലല്ലോ. വാവയ്ക്ക് പൈസ ഇല്ലേ? പൈസ ഇത്ര ഇല്ലല്ലോ. അതുണ്ടല്ലോ. പിന്നെന്താ വേണ്ടേ? വേറെ പൈസ വേണം. നീ കൊറേ പൈസ വേണ്ടിട്ടുണ്ട്. അപ്പോഴാണ് ബൈക്ക് ഉണ്ടാക്കാൻ പറ്റൂ. ബൈക്ക് വായിച്ചിട്ട് പൈസ കൊണ്ടല്ല ബൈക്ക് വേണ്ടി ഉണ്ടാക്കാൻ പറ്റും സൈക്കിള്. അതുകൊണ്ടാ ട്യൂഷൻ എടുക്കാൻ പറയുന്നത്. ട്യൂഷൻ അപ്പോഴാണ് പൈസ കിട്ടും. അമ്മ പറയാ അമ്മ തന്നെ പൈസ എടുക്കണുള്ളൂ. ട്യൂഷൻ എടുക്കണോ? ട്യൂഷൻ എടുത്താൽ നല്ല പൈസ കിട്ടും. ട്യൂഷൻ എടുത്തോളൂ. ട്യൂഷൻ എടുക്കാൻ അമ്മ പറഞ്ഞല്ലോ. വേണ്ട അമ്മ ട്യൂഷൻ എടുത്തിട്ട് ഇതാക്കി തരൂല. അമ്മ ട്യൂഷൻ എടുത്തിട്ട് വാവയ്ക്ക് തരില്ല പറഞ്ഞോ? അമ്മയ്ക്ക് കാശ് വേണം. താക്കിയോട് കാശില്ല. ഫുള്ളായി ഇതാക്കി ബൈക്ക് വാങ്ങാൻ പറ്റും. ഇപ്പൊ കുറച്ച് കഴിഞ്ഞാൽ കുട്ടി വരും ട്യൂഷൻ എടുക്കാനേ. ഒരു കുട്ടി വരും. വാവ ട്യൂഷൻ എടുത്തോട്ടോ. കുഴപ്പമില്ലല്ലോ? ഹാപ്പി ആയില്ലേ? ഒന്നും വരില്ല. ഒച്ച മാത്രമേ ഉണ്ടാവൂ. രാവിലെ നീക്കൂട്ടോ. നിക്ക് നീട്ട് വരും. രാവിലെ നീട്ട ഉടനെ തുടങ്ങും.
ഓ പിന്നെണ്ടോ ഒന്നും ഉണ്ടാവില്ല, ഒറ്റ ഉണ്ടാവും നല്ല. അവളൊക്കെ കാണിക്കുന്നു. നല്ലോണം ആക്കി വിടുവാ. ആ സ്റ്റുഡന്റ് ഇപ്പൊ വരും. വേറെ റെഡി ആയിക്കോ. റെഡി ആയിക്കോട്ടെ. ഇതാ പുസ്തകം. വേഗം പഠിച്ചോ. അക്കൗണ്ടൻസി പുസ്തകം ഇതാണ് പുസ്തകം. വന്നാൽ പഠിപ്പിച്ചു കൊടുക്കണം. ഇത് നോട്ടാണ്. റെഫറൻസിന് നോട്ട് എടുത്തിട്ട് ഇങ്ങനെയാണ് സം ഇങ്ങനെയാണ് ഇടണ്ട്, അങ്ങനെയാണ് ഇടണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ. അതാ ഇങ്ങനെ, ഇതാണ് പുസ്തകം. ഇങ്ങനെ തുറക്കണം പുസ്തകം. അങ്ങനെ തുറന്നു തരണം പുസ്തകം. അക്കൗണ്ടൻസി ഇതാ ഇങ്ങനെ തുറന്നു വിടണം കേട്ടോ. ഇത് നോക്കി ഓരോരോ സമ്മായിട്ട് പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുക്കില്ലേ? ആ അമ്മ ആറും പൊക്കോളാട്ടോ. ടീച്ചർ ഇവിടെ ഇരുന്നോളേ ട്ടാ. ഞാൻ സ്റ്റുഡൻറ്റിനെ വിളിക്കട്ടെ. സ്റ്റുഡന്റ് ഇപ്പൊ വരും ട്ടാ. ടീച്ചറിന്ന് കാത്തിരിക്കേ. ടീച്ചർ ക്ലാസ് എടുക്കാൻ മുട്ടിയിരിക്കല്ലേ. ട്യൂഷന് ഒരു കുട്ടി വന്നിട്ടുണ്ട്. ആ കുട്ടിയുടെ അമ്മയും അച്ഛനും പാരൻസ് വന്നിട്ടുണ്ട്. അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്യൂഷന് വന്നിരിക്കുന്നത് ഒരു പെൺകുട്ടിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ കാണിക്കാത്തത്. അവരുടെ പാരൻസ് ഒക്കെ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ലെങ്കിലോ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നു, എന്തിനാ വീഡിയോ എടുക്കുന്നത്, ഞാൻ വ്ളോഗ് ചെയ്യുന്നതൊന്നും ആർക്കും അറിയില്ലല്ലോ. നിങ്ങൾക്ക് ദോശയാണോ വേണ്ടത്, ബിരിയാണിയാണോ വേണ്ടത്? ആടയ്ക്ക് ബിരിയാണി വേണ്ട, ദോശ മതി. ദോശ മതിയോ? പച്ചദോശ? ആ പച്ചദോശ ഒന്ന് മതി. ഓക്കെ, അത് മതി. ഉണ്ടാക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ തരാം. ആദ്യത്തെ ഇതെന്താ, 2 ഫോണിൽ പാട്ട് കേൾക്കുക. പോരാത്തതിന് ഇവിടെ TV. ഇവിടെ വേറെ ആരുമില്ല, പാവക്കുട്ടി മാത്രം. എന്നിട്ട് പണി എന്താണ്? 2 മൊബൈലിൽ കാണുക, ടിവിയും കാണുക, ഇരിക്കുക. നോക്കടാ. അങ്ങനെ രാവിലെ ഒരു കഥ ഉണ്ടാക്കി പറഞ്ഞുകൊണ്ട് ബാബുക്കുട്ടി ബിരിയാണി സംഘടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ വന്ന സമയത്തും ഡിന്നറിനും ബാബുക്കുട്ടിക്ക് ബിരിയാണി തന്നെ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത് അവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.